ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. ഹലോ ഈദ് മുബാറക്ക്. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിട്ടില്ലേ? ഞങ്ങളുടെ ചെറിയൊരു പെരുന്നാൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇക്കാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ട്, അതുപോലെ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് ഇതാ ചമ്മന്തിയും അതുപോലെ കച്ചമ്പറും ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള സലാഡ്, പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ട്. എൻ്റെ ഇക്കാക്ക് ബിരിയാണിക്ക് പപ്പടം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതാ കുട്ടിയൊക്കെ വന്നിട്ട് കുട്ടി ഭയങ്കര ചൂടാണ് കേട്ടോ, അതാ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പായസത്തിന് പകരം ഉണ്ടാക്കിയിട്ടുള്ളത് സലാഡാണ് കേട്ടോ. സലാഡ് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാംഗോ പഴുപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടില്ല, ഇവിടെ വെച്ചാൽ കുട്ടികൾ അത് കണ്ട ഫുഡ് കഴിക്കില്ല വിചാരിച്ചിട്ട്, അപ്പോൾ അത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചതാണ് കേട്ടോ. അത് ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ ഇനി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ ശേഷം അതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കാൻ്റെ ഏട്ടനുണ്ട് സിദ്ധിയാക്ക, അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവരുടെ റൂമാണ് കേട്ടോ ഈ ഏരിയയിൽ. ഇത് മാത്രാത്ത് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയാണ് ഈ കാക്കാൻ്റെ റൂം. കാക്കാക്ക് വരാൻ പറ്റിയിട്ടില്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 5 മണി വരെ ഡ്യൂട്ടിയാണ്. 5 മണി കഴിഞ്ഞിട്ട് റൂമിലെത്തുള്ളൂ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കാക്ക വന്നേക്ക് തന്നെ റൂമിലേക്ക് ഞങ്ങൾ എത്തിയതാണ്, കാരണം കുറേ ഉറങ്ങാതെ 2 ദിവസമായി ഉറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം വന്നതാണ്. കാക്കാൻ്റെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഈത്തപ്പഴത്തോട്ടം. കണ്ടോ, ചെറിയ മരത്തിലടക്കം നല്ല ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. കാക്കാൻ്റെ റൂമിൻ്റെ മുന്നിൽ തന്നെയാണത്. കണ്ടോ, അത്യാവശ്യം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല ചൂടില്ല. ഇപ്പോൾ ഈത്തപ്പഴം പഴുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴത്തിന് ഇതുണ്ടോ നെറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം പഴുത്ത് വരേണ്ട ടൈം ഏകദേശം ആയി തുടങ്ങി, നല്ല ചൂട് അതാണ്. ഇപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ അന്ന് ചൂട് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ റൂമിലൊക്കെ പോയി ഞങ്ങളിതാ കാക്കാനെ കണ്ട ശേഷം ഞങ്ങളിതാ കാക്ക നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. കണ്ടിട്ട് കുട്ടികൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെ കയറിയിട്ട് ഞങ്ങളിതാ വേറൊരു ഭാഗത്തേക്ക് ഇക്കാൻ്റെ വേറൊരു ജ്യേഷ്ഠൻ്റെ മൂത്താപ്പാൻ്റെ മോന് അവിടേക്ക് പോവാണ് കേട്ടോ. സെക്യൂറാക്കാൻ പറയും അവരെ റൂമിലേക്ക്. അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇനി അബുദാബി പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാക്ക സിദ്ധിയാക്ക എല്ലാം പറഞ്ഞു. അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് നേരെ പോവാണ്. സിദ്ധിയാക്കൊക്കെ 2 ദിവസത്തെ ഉറക്കം ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഉറങ്ങാൻ പറ്റാതെ പെരുന്നാൾ തിരക്ക് കാരണം. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിളും ഉള്ള ഒരു ഷോപ്പിലാണ് അവരുടെ ഷോപ്പ്. അപ്പോൾ അതിൽ ഭയങ്കര തിരക്കായിരുന്നു, അത് കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാരണം കാക്ക പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സെക്യൂറാക്കാൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ അബുദാബി പോകാൻ വിചാരിച്ചിട്ട് ഇതാ അവരെ വലിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ അറബി വീട്ടിൽ ഇവിടെയാണ് അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ കാക്ക ഓല് വന്നാൽ ഞങ്ങൾ നേരെ അബുദാബി പോകാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ അവർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ നേരെ അബുദാബിയിലാണ് പോണത്. അബുദാബിയിൽ കുറേ കസിൻസ് ഉണ്ട്, എൻ്റെ മുത്താപ്പാൻ്റെ മക്കളും അലിൻ്റെ ജ്യേഷ്ഠൻ, അങ്ങനെ ഒരുപാട് ആളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടു പോരാച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് നേരെ അബുദാബിക്ക് പോയിട്ട് ഇതാ അവിടെ എത്താറായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടു, ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെ ഒരു പെരുന്നാളായാൽ, ഇത് ന്യൂ ഇയർ ആയാൽ, അതുപോലെ നാഷണൽ ഡേ, അങ്ങനെ എന്ത് സ്പെഷ്യൽ വരികയാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെ ലൈറ്റ് വെച്ചിട്ട് ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈദ് മുബാറക്ക്, അതുപോലെ ന്യൂ ഇയർ അങ്ങനെ ഓരോന്നും എഴുതിയിട്ട് അറബിയിൽ എഴുതിയിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ അലയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അബുദാബിയാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഫോണിൽ കാണുന്നതിനെക്കാട്ടും ഡയറക്റ്റ് കാണുമ്പോഴാണ് നല്ല ഭംഗി തോന്നുക. ഫോണിൽ നമുക്കറിയാലോ, ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് അതിനനുസരിച്ചേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ മൂത്താപ്പാൻ്റെ മോന് വർക്ക് ചെയ്യുന്നുണ്ട് പ്രയാക്ക, അതായത് അലിയുടെ ജ്യേഷ്ഠൻ. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ മൂത്താപ്പാൻ്റെ മക്കൾ കുറേ കസിൻസ് ഉണ്ട്, അവരൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും അവിടെ ഒരുമിച്ച് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഷെയ്ഖ് സായിദ് പള്ളി ഉണ്ടല്ലോ, ആ പള്ളിയാണ് കേട്ടോ കാണുന്നത്. ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അബുദാബിക്ക് വരുമ്പോഴൊക്കെ കയറാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പള്ളിയും കടന്ന് നമ്മൾ ഏകദേശം റൂമിൻ്റെ അവിടേക്ക് ഏകദേശം എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ റൂമിൻ്റെ അവിടേക്ക് എത്തിയത് വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. റൂമിൻ്റെ അവിടെ എത്തിയൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ സംസുക്ക റെസ്റ്റോറൻറ്റ് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അവിടേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ റിലേറ്റീവ്സൊക്കെ മുത്താപ്പാൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് നേരെ പോകുന്നത് ഞങ്ങൾ അൽവദ മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അൽവദ മാളിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഇതാ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ മുന്നിലുണ്ട്, ഞങ്ങളത് അതിൻ്റെ ബാക്കിൽ നടന്നു പോവാണ്. മോളും നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിരിക്കണം. കാരണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മാളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അവർ ഓടിച്ചാടി അവർക്ക് കളിക്കാൻ പറ്റിയതുപോലെ തന്നെയാണ് അവർ നല്ല മുന്നിൽ ഓടിയിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. അപ്പോൾ അവരുടെ സന്തോഷം കാണണമല്ലേ നമുക്കും സന്തോഷം. അപ്പോൾ എന്തായാലും അങ്ങനെ പോയിട്ട് ലിഫ്റ്റിൽ കയറിയിട്ട് വേണം പോകാൻ. നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. പെരുന്നാളാവുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഏറ്റവും മുകൾക്ക് ആദ്യം ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പോണത്. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ മുകൾക്ക് പോവുക പറഞ്ഞിട്ട് നേരെ മുകളിൽ പോവുക. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ഒരു 3 സ്റ്റെയറൊക്കെ കയറണം കേട്ടോ. ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ട്. അപ്പോൾ കാണുന്നത് ഡ്രസ്സിൻ്റെ എന്തോ ഒരു ഓഫറിലാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ. പക്ഷേ ഫുള്ള് തിരക്കാണ്, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെയർ കണ്ടോ, നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ അതിൻ്റെ മേലെ ഇതുപോലെ ഹോട്ടലാണ് കേട്ടോ, ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടെ ബിരിയാണി അങ്ങനെ നമുക്ക് ഇഷ്ടമായിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ താഴെ KFC ബർഗർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. മുകളിലും ഉണ്ട് കേട്ടോ KFC ഒക്കെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാനും നല്ല ഭംഗി, കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കുറേ നേരം ഇവിടെ കളിക്കാൻ വേണ്ടി കളിച്ചു. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ടിരുന്നു. അതുപോലെ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയറൊക്കെ ഒഴിവ് വേണം ഫുഡ് കഴിക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് വേണം. അപ്പോൾ എവിടെയും ഒഴിവ് കാണാനില്ല. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കണ്ടോ, നല്ല വെള്ളം, അതുപോലെ അതിൽ ലൈറ്റ് കണ്ടോ, വെള്ളത്തിൽ അതിൽ പല കളറിലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ചാച്ചൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. വെള്ളം കാണുമ്പോൾ കുട്ടികൾക്ക് അറിയാലോ, നല്ല സന്തോഷമാണ്. അതുപോലെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല തിരക്കാവുകൊണ്ടാണ്, നല്ല തിരക്ക് കണ്ടോ, വെള്ളത്തിൽ ലൈറ്റ് കണ്ടോ. ഇപ്പോൾ റെഡ് കളറാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആവും, അങ്ങനെ പല കളറിലാണ് വരുന്നത്. അതിൻ്റെ മേലെ സെൻട്രലായിട്ട് ആ സ്റ്റെയർ കാണാനും നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഈ അത്ഭുതമാളുടെ ഏറ്റവും മുകളിലുള്ള ആ ഫുഡ് കോർട്ടിൻ്റെ ഭാഗം. എന്തായാലും പെരുന്നാളാകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഇവിടെയൊക്കെ കണ്ട് കുറേ നേരം കുട്ടികളായിട്ടൊക്കെ അവിടെ കളിക്കലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ മുകളിലെ സ്റ്റെയർ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ അവിടെ സ്പേസ് ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ 3 ആളും മുന്നിലുണ്ട്. ഞങ്ങൾ പോകാനായിട്ട് ബാക്കിൽ അവൾ എടുക്കാനും നിൽക്കുന്നുണ്ട്. അവൾക്ക് നടക്കണം, സ്റ്റെയർ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റെയറൊന്നും മരത്തിൻ്റെ പോലെ ഉണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയില്ല, കണ്ട മരമാണെന്ന് തോന്നും. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മേലെ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴും ഫുള്ളാണ്, ഒന്നും കാലിയില്ല. പിന്നെ ഇവിടെ ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ താഴത്തുനിന്ന് നമുക്ക് ബ്രോസ്റ്റ് കഴിക്കാം. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചല്ലേ, അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചിട്ട് താഴേക്ക് തന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ മേലെ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് താഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവരും പോയിട്ട് ഒരു ഫുഡ്, അതായത് KFC ഓർഡർ ചെയ്യുക. അപ്പത്തിന് നമുക്ക് ഷീറ്റൊന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആ റെഡ് കളറുള്ള ഇപ്പോൾ ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കളറിലുമാണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞങ്ങൾക്ക് ഷീറ്റൊക്കെ കിട്ടി. ഞങ്ങളിതാ KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. ഇനി അപ്പോൾ ബന്നു വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ചിക്കന്, ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ 7up ആണ് കേട്ടോ. കൊക്കക്കോള ഇതൊന്നും കുടിക്കില്ല, അപ്പോൾ അവർക്ക് 7up ആണ് എപ്പോഴും വാങ്ങാറ്. എനിക്ക് കൊക്കക്കോള ഒന്നും ഇഷ്ടമല്ല, പെപ്സി അങ്ങനെയുള്ളതൊന്നും ഞാൻ കഴിക്കാറില്ല. 7up മെറിൻഡ പിന്നെയും കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ചിക്കൻ കഴിച്ചാൽ അതിൻ്റെ മേലെ ഇത് കഴിച്ചാലാണ് നമുക്ക് ദഹിക്കുള്ളൂ. അല്ലെങ്കിൽ വെറും ചിക്കൻ അങ്ങനെ വയറിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ 7up എപ്പോഴും വാങ്ങാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗാർലിക് പേസ്റ്റും അതുപോലെ ഒരു സലാഡും ഉണ്ട് കേട്ടോ. സലാഡ് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സലാഡ്. കാബേജ്, അതുപോലെ ക്യാരറ്റ്, മയോണൈസ്, സ്വീറ്റായിട്ടുള്ളത് അതൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. KFCയുടെ അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാകുമ്പോൾ ഇതൊന്നും കഴിക്കണില്ല, അവൾക്ക് 7up വേണം. ക്ലാസ് എടുക്കാണ്ട് എന്നെ കൊണ്ട് ഗ്ലാസ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അത് കണ്ടപ്പോൾ അത് കുടിക്കണം. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ കഴിച്ച് ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ സലാഡ്, ഞാൻ പറഞ്ഞ സലാഡ് ഇതാണ്. അപ്പോൾ KFC വാങ്ങുമ്പോൾ ഈ സലാഡും ഈ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഗാർലിക് പേസ്റ്റൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട്, നല്ല ചൂടാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി
KFC ആണ്. അപ്പോൾ അതാ ഈ ഗാർലിക് പേസ്റ്റിൽ കുറച്ച് കെച്ചപ്പ് കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ നല്ല കളിയിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇനി പോവാണ്. അപ്പോൾ എസ്കലേറ്ററിൽ ഇതാ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ പകുതി വിലയുടെ സാരി, അതാ സാരി മാത്രമല്ല നല്ല ചുരിദാറിൻ്റെ ടോപ്പുകൾ, സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നാട്ടിൽ കിട്ടുന്ന നല്ല അടിപൊളി സാരികളാണ്. അതുപോലെ നല്ല ടോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പകുതി വില എന്ന് കാണുമ്പോൾ ഹാഫ് ബാക്ക് അത് കണ്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 200 രൂപയുടെ എടുത്താൽ 100 രൂപ വൗച്ചറായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്താണല്ലോ, ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാം ഒന്ന് കണ്ട് നോക്കിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ടോപ്പുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാരികളും സെറ്റായിട്ടുള്ള ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പകുതി വിലയല്ല, അതായത് 200 രൂപയ്ക്ക് നമ്മൾ എടുത്താൽ 100 രൂപ വൗച്ചർ കിട്ടും. അങ്ങനെയാണ്. എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച പോലെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഡ്രസ്സിൻ്റെ കട പോലെ ഉണ്ട് കേട്ടോ. ഈ കടകൾ നമ്മളെ ഡ്രസ്സൊക്കെ നല്ലതുപോലെ നാട്ടിലത്തെ അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സാരികളും ടോപ്പുകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതായി ഞങ്ങൾ പോവാണ്. നമ്മൾ കാറ് എടുത്തിട്ട് ഇനി നേരെ നമ്മുടെ റൂമിലേക്കാട്ടോ പോകുന്നത്. അലൈൻക്ക് എത്തണ്ടേ. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിലെത്തുമ്പോഴത്തേന് എങ്ങനെയായാലും ഒരു മണിയൊക്കെ കഴിയും എത്തുമ്പോഴത്തേന്. അപ്പോൾ റോഡിൽ ബ്ലോക്ക് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളവിടെ എത്താൻ വഴുകും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ഇനി മാളിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും ഇതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.